അത്യാവശ്യത്തിനായിട്ടാണല്ലോ അങ്ങോട്ടേക്ക് പോകുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ അത്ര അത്യാവശ്യപ്പെട്ട് പോകുന്നത്. ഫ്ലൈറ്റ് ക്യാൻസലാണ്. നമ്മൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്തു. ഇന്നലെ എത്ര മണിക്കാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? ഞങ്ങൾ ഒരു 5-5:30 ആയപ്പോൾ ഇവിടെ എത്തി. ഞങ്ങൾ കുറച്ച് കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ കുറച്ച് ട്രാഫിക് ആയതുകൊണ്ട് കുറച്ച് നേരത്തെ വന്നു. 5-5:30 ആയിട്ട് ഇവിടെ വന്നു. 7-7:30 ആയപ്പോൾ അകത്ത് കയറി. 7:30 കയറി. 7:40 ബോർഡിംഗ് തുടങ്ങിയത്. അതെല്ലാം കഴിഞ്ഞ് 10:30 വരെ വെയിറ്റ് ചെയ്തു. ഫ്ലൈറ്റ് വന്നില്ല. 12:30 വരെ വീണ്ടും വെയിറ്റ് ചെയ്തു, വന്നില്ല. എന്നിട്ട് അവർ പറഞ്ഞു 12:45 1 മണിയായപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് ക്യാൻസലാണ്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നിട്ട് പിന്നെ ഇമിഗ്രേഷൻ ക്യാൻസൽ ചെയ്യാനെന്ന് പറഞ്ഞ് ഒരു 2 മണിക്കൂർ അവിടെയും ക്യൂ നിർത്തി. ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് സമരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി. ഒരു 3-3:30 വെളുപ്പിന് 3-3:30 വരെ ഞങ്ങൾ എല്ലാവരും അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് പോയേ പറ്റൂ, നിങ്ങൾ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഞങ്ങൾക്ക് ചെയ്തു തരണം. ഒരു റെസ്പോൺസും ഇല്ല. നിങ്ങൾ പൊക്കോ. ഇത് മാത്രമേ അവരുടെ സൈഡിൽ നിന്നുള്ളൂ. ലാസ്റ്റ് സഹി കെട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഇമിഗ്രേഷൻ അവിടെ വന്ന് ഒരു 3-4 മണിക്കൂർ ക്യൂ നിന്ന് ഇമിഗ്രേഷൻ വെട്ടി. എൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കിയാലുണ്ട്, ഇന്നലത്തെ ഡേറ്റിൽ ചെയ്ത് തന്നിട്ടുണ്ട് അവർ ഇമിഗ്രേഷൻ. പിന്നെ അവർ വെട്ടിക്കളഞ്ഞിട്ട് ഞങ്ങളെ പുറത്തേക്ക് വിട്ടത്. പിന്നെ ഈ ലഗേജ് എല്ലാം തിരിച്ച് വന്ന് ലഗേജ് പിറക്കാൻ വെയിറ്റ് ചെയ്ത് തിരിച്ച് പറഞ്ഞ് വിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇപ്പോഴും. ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ അവരുടെ അടുത്തില്ല. അവരിനി പറയുന്ന 17-ാം തീയതി ഫ്ലൈറ്റ് ഉള്ളൂ. അവരുടെ സൗകര്യത്തിന് നമ്മളിപ്പോൾ 17-ാം തീയതി പോകുമ്പോൾ നമുക്ക് അവിടെ ജോലി ഉണ്ടാവില്ല. 17-ാം തീയതി കൺഫേം പറയുന്നൊന്നുമില്ല. ഇപ്പോഴും ഈ ഡേറ്റ് മാറ്റുന്നതിന്റെ കൺഫേം ഇപ്പോഴും പറയുന്നില്ല. അവർ അന്ന് തലേദിവസം വിളിച്ച് ചോദിക്കാനാണ് പറയുന്നത്. അവരുടെ സമരം കഴിയുകയാണെങ്കിൽ പോകാമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ബദൽ സംവിധാനം, നമ്മുടെ പൈസ റീഫണ്ട് ചെയ്യട്ടെ. അപ്പോൾ റീഫണ്ട് ചോദിക്കുമ്പോൾ 14 ദിവസം കഴിഞ്ഞേ വരും. അപ്പം ബാക്കി പൈസ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മുടെ പൈസ കിട്ടിയാൽ നമ്മൾ അടുത്ത ടിക്കറ്റ് എടുത്ത് നമുക്ക് പോകാൻ കഴിയും. ഇവർക്ക് മാത്രമേ ഈ സമരം ഉള്ളൂ. ഇതുവരെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തിട്ടില്ല. ഇന്നലെ രാത്രി 7:40 കയറിയതാണ്. ഇതുവരെയ്ക്കും അതിനുള്ള സംവിധാനം കൊടുത്തിട്ടില്ല. അത് കണക്കാണ് ഇനിയിപ്പോൾ നമ്മൾ വന്നതിൻ്റെ വണ്ടിയും പാർക്കിംഗ് 250 അവർക്ക് കൊടുക്കണം. ഇന്നലെ കൊടുത്തു. ഇപ്പോൾ ഒരു ചായ ഇവിടെ നിന്ന് കുടിക്കണമെങ്കിൽ കൊടുക്കണം 50 രൂപ. ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്ത് എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുന്നത്? അതിനുള്ള ഒരു മറുപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. മാനേജർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാനേജർ ഒന്നും മിണ്ടുന്നില്ല. മാനേജർ നിങ്ങൾ പോകുന്നു മിണ്ട് നിൽക്കുവാണ്. ഏത് രീതി ചെയ്യുന്നത്? സംസാരിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. നമ്മൾ എന്ത് ചോദിച്ചാലും അവരെ കഥവ് പൂട്ടി അവരിയ്ക്കും, ഒന്നും മിണ്ടുന്നില്ല. നേരത്തെ അകത്ത് കയറി സംസാരിച്ചു, പക്ഷെ റെസ്പോൺസ് ഇല്ല. അവർ ചെക്ക് ചെയ്യട്ടെ, പറയാം 17-ാം തീയതി ഉള്ളൂ, 16-ാം തീയതി ഉള്ളൂ, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയുന്നത്. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ തരും എന്ന് പറഞ്ഞാണ് ഇന്നലെ വൈകിട്ടോട്ട് ഇത് ഇത്ര നേരം വെളുത്ത് ഇത്ര നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ കൊല്ലത്തുനിന്ന് വരുന്നവരാണ്. ഒരു റെസ്പോൺസ് ഇതുവരെയും കിട്ടില്ല. എന്തെങ്കിലും അവരൊന്ന് പറഞ്ഞിട്ട് പോവാന്ന് വെയിറ്റ് ചെയ്താണ് നിൽക്കുന്നത്.